ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സിമന്റിന്റെ വിലവർദ്ധനവ് നിർമ്മാണ മേഖലയിൽ വൻ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. വിലവർദ്ധനവിൽ യാതൊരു ന്യായീകരണവുമില്ലെന്ന് പ്രധാന ഡീലർമാർ പറയുന്നു. 120 രൂപ മാത്രം നിർമ്മാണ ചെലവ് വരുന്ന സിമന്റാണ് 360 രൂപയ്ക്ക് ഉപഭോക്താവ് വാങ്ങുന്നത്. ഇതിൽ കച്ചവടക്കാരനും ഡീലർമാർക്കും പഴയ കമ്മീഷൻ മാത്രം. വർദ്ധിപ്പിച്ച നിരക്ക് പൂർണ്ണമായും കമ്പനികൾക്കാണെന്ന് ഡീലർമാർ പറയുന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കേരളത്തിൽ സമ്പൂർണ്ണ പരാജയമായ തൊഴിൽ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ മെറിറ്റ് അട്ടിമറിക്കാൻ സർക്കാരും മാനേജ്മെന്റും ശ്രമിക്കുന്നു എന്നാരോപിച്ച് SFI പ്രവർത്തകരുടെ DD ഓഫീസ് മാർച്ച്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന കൌൺസിൽ ജനറൽ സെക്രട്ടറി സത്യൻ മൊകേരി. വിശദമായ വാർത്തകളിലേക്ക്. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ മെറിറ്റ് അട്ടിമറിക്കാൻ സർക്കാരും മാനേജ്മെന്റും ശ്രമിക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK കിരൺ രാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം പ്രവർത്തകർ കത്തിച്ചു. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ മെറിറ്റ് അട്ടിമറിക്കാൻ സർക്കാരും മാനേജ്മെന്റും ശ്രമം നടത്തുന്നു എന്നതിൽ പ്രതിഷേധിച്ചാണ് SFI പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് DDE ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ കോലവും കത്തിച്ചു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK കിരൺ രാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയ്ക്കകത്ത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗൗരവമായി കാണാൻ വേണ്ടി സർക്കാർ തയ്യാറാവണം. അങ്ങനെ തയ്യാറാകുന്ന ഒരു നിലപാടല്ല കുറെ കാലമായി ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. മെഡിക്കൽ മേഖലക്കകത്ത്, എഞ്ചിനീയർ മേഖലക്കകത്ത്, മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ വിഷയത്തിനകത്തൊക്കെ തന്നെ മാനേജ്മെന്റുകളെ സഹായിക്കാനും അവർക്ക് അനധികൃതമായി സീറ്റ് കൊള്ളയടിക്കാനുള്ള സാഹചര്യം കേരളത്തിനകത്ത് ഇപ്പോ സംജാതമായിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് MM ജിജേഷ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK നികേഷ്, K അശ്വന്ത് എന്നിവർ സംസാരിച്ചു. സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചത് യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന MGSനെ പോലുള്ളവരുടെ സേവനം മഹത്തരമാണെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം പറഞ്ഞു. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി ചരിത്രകാരൻ MGS നാരായണനെ ആദരിക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി ചരിത്രകാരനും ഇന്ത്യൻ ചരിത്ര ഗവേഷക കൌൺസിൽ മുൻ അധ്യക്ഷനുമായ ഡോക്ടർ MGS നാരായണനെ ആദരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, വിദ്യാഭ്യാസ വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവർ ചേർന്നാണ് MGSന്റെ വസതിയിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം MGSനെ പൊന്നാടി അണിയിച്ചു. സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചത് യുവതലമുറയ്ക്ക് പകർന്നുകൊടുത്ത MGSനെ പോലുള്ളവരുടെ സേവനം മഹത്തരമാണെന്ന് M. അബ്ദുൽ സലാം പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ഫ്രണ്ട്സ് ഓഫ് യൂണിവേഴ്സിറ്റിയാക്കിയത് MGSന്റെ ശ്രമഫലമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, അഡ്വക്കേറ്റ് M. രാജൻ, KS വെങ്കിടാചലം, A. നീലകണ്ഠൻ, MA ജോൺസൺ, ബാലചന്ദ്രൻ പുതുക്കുടി, മാത്യു കട്ടിക്കാനം, P. ദാമോദരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രമുഖ ചരിത്രകാരനായി കണക്കാക്കപ്പെടുന്ന MGS നാരായണന്റേതായി നിരവധി പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
കോഴിക്കോടിന്റെ സമഗ്ര ചരിത്രം ഉൾക്കൊള്ളുന്ന കാലിക്കറ്റ് ദി സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് പ്രസിദ്ധീകരിച്ചത്. സെക്കുലർ ജാതിയും സെക്കുലർ മതവും, കോഴിക്കോടിന്റെ കഥ, ജനാധിപത്യവും കമ്മ്യൂണിസവും, റീ ഇന്റർപ്രിട്ടേഷൻസ് ഇൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയ അദ്ദേഹത്തിന്റെ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിമന്റിന്റെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് സിമന്റ് നിർമ്മാതാക്കളെ ബഹിഷ്കരിക്കുമെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഈ പകൽക്കൊള്ളയ്ക്ക് മുൻകൈയെടുത്തിട്ടുള്ള സിമന്റ് നിർമ്മാതാക്കൾ എന്ന നിലയിൽ ചെട്ടിനാട്, ഡാൽമിയ എന്നീ കമ്പനികളുടെ സിമന്റുകൾ ബഹിഷ്കരിക്കാനാണ് കേരളത്തിലെ കോൺട്രാക്ടർമാരും ബിൽഡർമാരും തീരുമാനിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘടിച്ച് കൃത്രിമക്ഷാമമുണ്ടാക്കി ഒരു ചാക്ക് സിമന്റിന് 40 രൂപയോളമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ വീണ്ടും വില വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിലാണ് അന്യായമായ ഈ വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലയേറിയാലോ കടത്തുകൂലിയിലോ നികുതിയിലോ ഒന്നും ഒരു വർധനവും ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. എല്ലാ ചിലവുകളും സഹിതം ഒരു ചാക്ക് സിമന്റിന്റെ നിർമ്മാണ ചെലവ് ഏതാണ്ട് 120 രൂപയിൽ താഴെ മാത്രമാണ്. ഈ സാഹചര്യത്തിൽ ചാക്കിന് 360 എന്ന ഭീമമായ ഈ വില വർധനവിന് യാതൊരു ന്യായീകരണവുമില്ലെന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വീണ്ടും 10-40 കോടി രൂപ പോലും വർദ്ധിപ്പിച്ചുകൊണ്ട് സിമന്റ് വിലയിൽ അത് 400 ആക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്വപ്നം. ആ ഒരു ലൈനിലേക്ക് അവർ മാറുകയാണ്. അത് ചെട്ടിനാട് സിമന്റിനെയും ഡാൽമിയ സിമന്റ് വേറെ ഒരു പ്രത്യേകതയില്ല, അവരുടെ പ്രത്യേകിച്ചുള്ള വിരോധമൊന്നുമില്ല. അവരാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കറുത്ത കൈകൾ. അതുകൊണ്ട് ചെട്ടിനാട് സിമന്റും ഡാൽമിയ സിമന്റും കേരളത്തിലെ ബിൽഡേഴ്സ് അസോസിയേഷനിലോ ബിൽഡേഴ്സ് അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകളിലെ ഒരു കരാറുകാരനും ഒരു സംരംഭകനും വാങ്ങത്തില്ല. ഈ പകൽക്കൊള്ളയ്ക്ക് മുൻകൈയെടുത്തിട്ടുള്ള സിമന്റ് നിർമ്മാതാക്കൾ എന്ന നിലയിൽ ചെട്ടിനാട്, ഡാൽമിയ എന്നീ കമ്പനികളുടെ സിമന്റുകൾ ബഹിഷ്കരിക്കുവാനാണ് കേരളത്തിലെ കോൺട്രാക്ടർമാരും ബിൽഡർമാരും തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 1-2 തീയതികളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ നടത്തുന്ന ചക്രസ്തംഭന സമരത്തിന്റെ മുന്നോടിയായി തൊഴിലാളികൾ RTO ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ചും ധർണയും നടത്തി. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് RTO ഓഫീസിലേക്ക് നടന്ന മാർച്ച് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി ബാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ ജൂലൈ 1-2 തീയതികളിൽ നടത്തുന്ന ചക്രസ്തംഭന സമരത്തിന്റെ മുന്നോടിയായി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ RTO ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോഴിക്കോട്, വടകര RTO ഓഫീസുകൾക്കും കൊയിലാണ്ടി, കൊടുവള്ളി ജോയിന്റ് RTO ഓഫീസുകൾക്കും മുന്നിലാണ് സമരം നടത്തിയത്. വർദ്ധിപ്പിച്ച വാഹന നികുതി പിൻവലിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധന പിൻവലിക്കുക, ഓട്ടോ ടാക്സി ചാർജ് പുതുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ബാലൻ നായർ കോഴിക്കോട് RTO ഓഫീസിൽ നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉന്നയിച്ച മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യം, ആ മുദ്രാവാക്യം ഈ കാലഘട്ടത്തിൽ മോട്ടോർ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിപ്രധാനമായ മോട്ടോർ തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത് എന്ന കാര്യം തൊഴിലാളികൾക്കിടയിൽ നല്ല നിലയിൽ ബോധ്യപ്പെട്ടു വരികയാണ്. കൊയിലാണ്ടി RTO ഓഫീസിന് മുന്നിൽ നടന്ന സമരം HMS ജില്ലാ പ്രസിഡന്റ് ബിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. CITUC ഏരിയ സെക്രട്ടറി K സുകുമാരൻ, INTUC മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു, ശശിധരൻ, അഡ്വക്കേറ്റ് സുനിൽ മോഹൻ, സോമശേഖരൻ, റാഫി, റഹീം എന്നിവർ സംസാരിച്ചു. കൊടുവള്ളിയിൽ INTUC നേതാവ് KC രാമചന്ദ്രനും വടകരയിൽ മോട്ടോർ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AC കൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. CITU, INTUC, BMS, AITUC, STU, HMS എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് സമരം നടന്നത്. റെയിൽവേ യാത്രാ ചരക്കുകൂലി വർധനവിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ഐക്യമുന്നണിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. RMP സംസ്ഥാന സെക്രട്ടറി M വേണു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ യാത്രാ ചരക്കുകൂലി വർധനവിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ഐക്യമുന്നണി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. RMP സംസ്ഥാന സെക്രട്ടറി M വേണു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KK കുഞ്ഞിക്കണ്ണൻ, M രാജൻ, RP പ്രഭാകരൻ, ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം നളന്തയിൽ നടന്നു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശംസുദ്ദീൻ മലപ്പുറം മുഖ്യപ്രഭാഷകനായിരുന്നു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 23ാം വാർഷിക സമ്മേളനം ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശംസുദ്ദീൻ മലപ്പുറം, സംസ്ഥാന പ്രസിഡന്റ് AP ഹമ്മദ് കോയ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഒട്ടനവധി വർഷങ്ങളിൽ 23 വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ തെർമോമീറ്റർ വെച്ച് നമ്മുടെ സംഘടനയുടെ പ്രവർത്തകരെ ആത്മാർത്ഥതയെ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചുള്ള ബാഹ്യലോകത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അളവുകോൽ എന്ന നിലയ്ക്ക് ഒരു ക്ഷേമനിധി നേടിയെടുക്കേണ്ട കാര്യത്തിൽ പണിമുടക്കിലൂടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അതിന്
വ്യാപകമായ പ്രചരണം നമ്മൾ പിന്നെയും അതിനനുസരിച്ചുള്ള ദൃശ്യമാധ്യമങ്ങൾ മുഖേന എന്തിന് സമരം ചെയ്യുന്നു എന്ന് അടിവരയിട്ട് അക്കമിട്ട് കാര്യകാരണ സഹിതം നമ്മൾ പ്രചരണം കൊടുത്തിട്ട് പോലും നമ്മളെ ചില മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് നമുക്കവിടെ പറഞ്ഞത് വളരെ 10% അല്ലെങ്കിൽ 5% എന്നാണ്. നമ്മളെ സംബന്ധിച്ച് 5% പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തിട്ടുള്ളത്. 9 മാസം മുമ്പ് അതിൽ പ്രചരണം കൂടെ തീരുമാനിച്ച് പ്രചരണം കൊടുക്കൽ തുടങ്ങി നമ്മൾ. ജില്ലാ പ്രസിഡന്റ് AP മുഹമ്മദ് ബഷീർ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ചേമ്പിൽ വിവേകാനന്ദൻ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. സംസ്ഥാന ട്രഷറർ CP മമ്മു ഹാജി ഹൌസ് ആക്ട് ക്ഷേമനിധി വിതരണം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി P രാജീവ്, ജില്ലാ സെക്രട്ടറി PT ബാബുരാജ്, ജില്ലാ ട്രഷറർ N രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള. ആഘോഷിക്കാൻ ഷോപ്പിംഗ് ഒരു ഉത്സവമാക്കാൻ കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ കൊടിയിറങ്ങിയപ്പോൾ വിദ്യാലയങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ലഹരിയിലാണ്. പോസ്റ്ററുകളും തോരണങ്ങളും എല്ലാമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പൊടിപാറും പ്രചരണങ്ങളാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. അത്തരമൊരു വിദ്യാലയത്തിനെ പരിചയപ്പെടാം. സൈക്കിൾ, ബലൂൺ, TV, ബോൾ, ക്ലോക്ക് തുടങ്ങി 9ഓളം ചിഹ്നങ്ങളും തോരണങ്ങളും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളുമെല്ലാമായി കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂൾ അങ്കണം പൊടിപാറുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ്. വോട്ട് അഭ്യർത്ഥനയും ചൂടാറുന്ന പ്രസംഗങ്ങളുമെല്ലാമായി വിദ്യാർത്ഥിപ്പട തെരഞ്ഞെടുപ്പിന്റെ ലഹരിയിലും. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുട്ടികളിൽ അവബോധമുണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നടത്തിയത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും ആഭ്യന്തരം, ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷ്യവകുപ്പ്, ക്ഷേമവകുപ്പ്, കായികം തുടങ്ങിയ വകുപ്പിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുക, വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. ക്ലാസ് അറ്റൻഡൻസ് രജിസ്റ്റർ വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിക്കുകയും തുടർന്ന് വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കുട്ടികൾക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ചിഹ്നങ്ങളും നൽകി. നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. തുടർന്ന് പ്രചാരണ പരിപാടികൾ. മത്സരാർത്ഥികൾ 10 രൂപ കെട്ടിവെച്ചാണ് ക്ലാസ് അധ്യാപകന്റെ ഒപ്പുസഹിതം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജൂൺ 20 വൈകുന്നേരം 4 മണിയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശമായി. തുടർന്ന് നിശബ്ദ പ്രചാരണങ്ങൾ. ജൂൺ 23 കുട്ടിപ്പട്ടാളം പോളിംഗ് ബൂത്തിലേക്ക്. 2 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. അവിടെ 4 പോളിംഗ് ഓഫീസർമാരും റിട്ടേണിംഗ് ഓഫീസർമാരും എല്ലാം കുട്ടിപ്പട്ടാളങ്ങൾ തന്നെ. കൂടാതെ സുരക്ഷയ്ക്കായി സ്കൂൾ പോലീസ് കേഡറ്റുകളും സജ്ജമായി. നിരനിരയായി വോട്ട് ചെയ്യാനായി കുട്ടികളെത്തിയതോടെ ഇഷ്ട സ്ഥാനാർത്ഥിക്ക് വോട്ടും രേഖപ്പെടുത്തി. ജൂൺ 23 ഫലം പ്രഖ്യാപിച്ചത്. കൂടുതൽ വോട്ട് ലഭിച്ച ബലൂൺ ചിഹ്നത്തിൽ മത്സരിച്ച ഇർഫാനെയാണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത്. K. ആഷിദ്, PK അൻസിൽ, AV ഫാത്തിമ ഹന്ന, C. മുഹമ്മദ് അബീബ്, AK മുഹമ്മദ് ബിലാൽ, KP മുഹമ്മദ് ഹാരിസ് എന്നിവർ മറ്റു മന്ത്രിമാരായും തിരഞ്ഞെടുത്തു. 24 നടന്ന സത്യപ്രതിജ്ഞയിൽ കൌൺസിലർ സജിത കോടി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രിയായും മറ്റു മന്ത്രിമാരായും കുട്ടി സ്ഥാനാർത്ഥികൾ അധികാരമേൽക്കുകയും ചെയ്തു. ഇനി വിദ്യാലയത്തെ ഭരിക്കാൻ കുട്ടി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത പുതിയ പ്രധാനമന്ത്രിയുടെ ഭരണം കാത്തിരിക്കുകയാണ് ഈ കുട്ടിപ്പട. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന കൌൺസിൽ ജനറൽ സെക്രട്ടറി സത്യൻ മൊകേരി പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രവർത്തക ഏകദിന കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. കിസാൻ സഭ സംസ്ഥാന കൌൺസിൽ ജനറൽ സെക്രട്ടറി സത്യൻ മൊകേരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ സമ്മതിച്ചില്ലെന്നും രാഹുലും മോദിയും തമ്മിലുള്ള വാക്പോരുകൾ മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമീണ ജനതയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം പ്രധാനമായും ചർച്ച ചെയ്തു. അങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകാൻ എനിക്ക് സമ്മതിച്ചില്ല. ഇടയിൽ നടന്നിട്ടുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് മോഡിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മത്സരമായി ഇതിനെ മാറ്റുകയായിരുന്നു. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരമായി, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായി ഇതിനെ മാറ്റുകയായിരുന്നു. ജനങ്ങളുടെ വിഷയങ്ങൾ പൂർണ്ണമായും ഈ ചർച്ച ചെയ്തതിന് ആഗ്രഹിക്കപ്പെടും. കിസാൻ സഭ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. സിപിഐ ജില്ലാ കൌൺസിൽ സെക്രട്ടറി IV ശശാങ്കൻ, നോർത്ത് മണ്ഡലം സെക്രട്ടറി PV മാധവൻ, MKM കുട്ടി, AK സുകുമാരൻ, K നാരായണക്കുറുപ്പ്, EK വർഗീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ദർശൻ അധ്യാപക സംഗമം ഗാന്ധിഗൃഹത്തിൽ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രസന്നകുമാരി കാവുള്ളപുറായിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E വസന്തൻ മുഖ്യപ്രഭാഷകനായിരുന്നു. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ ഗാന്ധി ദർശൻ അധ്യാപക സംഗമം ഗാന്ധിഗൃഹത്തിൽ നടന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രസന്നകുമാരി കാവുള്ളപുറായിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ ഈ ഗാന്ധിജിയുടെ തത്വങ്ങൾ മനസ്സിലാക്കുന്നതിലും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും പ്രവർത്തനങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഏകദേശ രൂപം കുട്ടികൾക്ക് നൽകുന്നതിലും അതിനോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിലും ഗാന്ധിജി നമുക്ക് നൽകിയ വിലമതിക്കാത്ത പല സംഭാവനകളും അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ഗാന്ധി സത്യം, അഹിംസ, സത്യം മാത്രമേ പറയാവൂ, അഹിംസയാണ് പ്രധാനം, ഹിംസിക്കാൻ പാടില്ലാരെയും. പക്ഷേ അതോടൊപ്പം തന്നെ ജീവിത രീതികൾ, എളിമയുള്ള ജീവിതം, സ്വഭാവ രൂപീകരണം, എല്ലാത്തിനും എളിമ കാണിക്കാനുള്ള ഒരു ആദർശമാണ് നമുക്ക് നൽകുന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് C കൃഷ്ണമൂസ്, P പ്രേംകുമാർ, P പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പഠന ക്ലാസ്സിൽ നാളത്തെ ഗാന്ധി വിഷയം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് സെക്രട്ടറി T ബാലകൃഷ്ണൻ അവതരിപ്പിച്ചു. അധ്യാപക പ്രതിനിധികളുടെ സംവാദവും ഗാന്ധി ദർശൻ വിദ്യാഭ്യാസ ജില്ലാ ഉപജില്ലാ സമിതികളുടെ രൂപീകരണവും തുടർന്ന് നടന്നു. ILOയുടെ പിന്തുണയോടെ രാജ്യത്ത് മിനിമം കൂലി നടപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ILOയുടെ ഗവേണിംഗ് ബോഡി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരളത്തിൽ സമ്പൂർണ്ണ പരാജയമായ തൊഴിൽ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും R ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലെ 155 രാജ്യങ്ങളിലെ 14 തൊഴിലാളി സംഘടനാ പ്രതിനിധികളടങ്ങിയ സംഘടനയാണ് ILO. ILOയുടെ സഹായത്തോടെ രാജ്യത്ത് മിനിമം കൂലി നടപ്പിലാക്കാൻ ശ്രമിക്കും. കേരളത്തിലെ അസംഘടിത തൊഴിലാളികളെക്കുറിച്ച് പഠനം നടത്താൻ ILOയുടെ പിന്തുണ തേടുമെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. സംയുക്തമായി ആലോചിച്ച് കേരളത്തിലെ സമഗ്രമായ ഒരു അസംഘടിത മേഖല പഠനം നടത്താൻ, ഒരു റിസർച്ച് നടത്താനുള്ള ILOയുടെ സഹായം തേടുന്നതായിരിക്കും എൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. കേരളത്തിലെ തൊഴിൽ വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ്. സ്വന്തം പാർട്ടിക്കാർക്ക് വീതം വെക്കാനുള്ളതല്ല ക്ഷേമനിധി ബോർഡുകൾ. തൊഴിലാളികളുടെ രക്ഷയ്ക്കായി വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും R ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ തൊഴിൽ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വകുപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യണം. തൊഴിൽ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് ഒരാവശ്യം INTUC സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചിട്ടുണ്ട്. രേഖാമൂലം തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്, UDF കൺവീനർക്ക് കൊടുത്തിട്ടുണ്ട്, KPCC പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. തൊഴിൽ വകുപ്പിലെ പ്രശ്നങ്ങൾ INTUC സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും. അന്യസംസ്ഥാന തൊഴിലാളികൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനം INTUC ഗൗരവമായി കാണുന്നു. കേരളത്തിലെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും സ്വകാര്യ സഹകരണ ആശുപത്രികളിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾ INTUC ഏറ്റെടുക്കുമെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് M രാജൻ, MP പത്മനാഭൻ, KC രാമചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. പണ്ട് കാശ്മീരിൽ ഉണ്ടായിരുന്ന അതേ ഭീഷണിയുടെ അന്തരീക്ഷം കേരളത്തിന്റെ മണ്ണിൽ മുളപൊന്തിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണം സംഘടിപ്പിച്ചത്.
കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം BJP സംസ്ഥാന സെക്രട്ടറി B. രാധാകൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു. പണ്ട് കാശ്മീരിലുണ്ടായിരുന്ന അതേ ഭീഷണിയുടെ അന്തരീക്ഷം കേരളത്തിലെ മണ്ണിൽ മുളപൊന്തിയിരിക്കുകയാണെന്ന് രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണകൂടമാണ് ഇതിന് ഉത്തരവാദികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യക്കടത്തിന് വെള്ളപൂശാനാണ് സംസ്ഥാന സർക്കാരും അന്വേഷണം നടത്തുന്ന പോലീസും ശ്രമിക്കുന്നത്. മനുഷ്യക്കടത്തടക്കമുള്ള പ്രതിഭാസങ്ങളുടെ അന്തരാളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ ദിവസവും ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ വടക്കേയറ്റമായ കാശ്മീരം ഒരു കാലഘട്ടത്തിൽ ഏതു തരത്തിലുള്ള ഭീഷണി നേരിട്ടുവോ അതേ തരത്തിലുള്ള ഭീഷണിയുടെ അന്തരീക്ഷം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മുളകൊണ്ടിയിരിക്കുന്നു, പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ചെറുക്കുവാനുള്ള ഉജ്ജ്വലമായ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ ബാധ്യത നിറവേറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ TK പ്രഭാകരൻ മാസ്റ്റർ, TK പത്മനാഭൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ MC ശശീന്ദ്രൻ, MP രാജൻ എന്നിവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള കൂടി. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. എഴുത്തിനെയും ചിത്രങ്ങളെയും യാത്രയെയും പ്രകൃതിയെയും സ്നേഹിച്ച രാഷ്ട്രീയക്കാരനായിരുന്നു A. സുജനപാലെന്ന് MK രാഘവൻ MP പറഞ്ഞു. അഡ്വക്കേറ്റ് A. സുജനപാലിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഘവൻ. എഴുത്തിനെയും ചിത്രങ്ങളെയും യാത്രയെയും പ്രകൃതിയെയും സ്നേഹിച്ച രാഷ്ട്രീയക്കാരനായിരുന്നു A. സുജനപാലെന്ന് MK രാഘവൻ MP പറഞ്ഞു. മാന്യമായ പെരുമാറ്റത്തിലൂടെ രാഷ്ട്രീയ എതിരാളികളെ പോലും അനുകൂലമാക്കിയ വ്യക്തിത്വമായിരുന്നു സുജനപാലിന്റേത്. മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന A. സുജനപാലിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു, പ്രഭാഷകനായിരുന്നു, എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ ഒരുപാട് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലുള്ള ഒരാളെ ഇന്ന് കോൺഗ്രസിൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബന്ധമെന്ന് പറയുന്നത്, അധികം ആളുകളെ കണ്ട അദ്ദേഹത്തിന്റെ സമീപനം, അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊരു മാതൃകയായിരിക്കണം. DCC ഓഫീസ് അങ്കണത്തിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ EK ഗോപാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ P. ശങ്കരൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ PM സുരേഷ് ബാബു, N. സുബ്രഹ്മണ്യൻ, AICC അംഗം PV ഗംഗാധരൻ, MT പത്മ, സുബ്രഹ്മണ്യൻ, കൌൺസിലർ ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിയൂർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മലയാള ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി R. ബിജു ഉദ്ഘാടനം ചെയ്തു. വിയൂർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന വാരാഘോഷവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും നടന്നു. മലയാള ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി R. ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മോഹനൻ നടുവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. K. സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ T. പ്രസന്ന, ബീന, VP ഗംഗാധരൻ, OK ആനന്ദൻ, രാജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ഹൈസ്കൂൾ UP വിദ്യാർത്ഥികൾക്കുള്ള സാഹിത്യ ക്വിസ് മത്സരവും നടന്നു. കേളപ്പച്ചി സ്മാരക ട്രസ്റ്റ് വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. കൊല്ലം ശിവശക്തി ഹാളിൽ നടന്ന പരിപാടി കവി മേലൂർ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഫോട്ടോഗ്രാഫർ നന്ദകുമാർ മൂടാരി, AV രാജീവൻ മാസ്റ്റർ, EC ആനന്ദകൃഷ്ണൻ, രമ്യ, ഗീത നാണോത്ത് എന്നിവർ സംബന്ധിച്ചു. കോളനിവൽക്കരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് പിന്നീട് ഭീകരവാദമായി മാറിയതെന്ന് CM പ്രദീപ് കുമാർ പറഞ്ഞു. വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാല പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ഭീകരവാദവും സാമൂഹിക പ്രബുദ്ധയും എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഭീകരവാദവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ A. അച്യുതൻ ആമുഖ പ്രഭാഷണം നടത്തി. മതത്തിന്റെ പേരിൽ മാത്രമല്ല ഭൂമാഫിയ, ക്വാറി മാഫിയ തുടങ്ങിയവരും ഭീകരവാദം തന്നെയാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സൈബർ ഭീകരതയും ഇപ്പോഴുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിൽ നടക്കുന്ന എല്ലാ ഹിംസകളും ഭീകരമല്ലെന്ന് സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞു. തന്റെ ലക്ഷ്യത്തിനു വേണ്ടി അതുമായി ഒരു ബന്ധവുമില്ലാത്ത നിരപരാധികളെ കൊന്നൊടുക്കുന്നതാണ് ഭീകരത.
മതത്തിന്റെ പേരിലുള്ള ഭീകരതയാണ് അടുത്ത കാലത്തായി വളർന്നു വരുന്നത്. മതം നന്മയുടെയും സത്യത്തിന്റേതുമാണ്. അതായിരുന്നു മഹാത്മജിയുടെ മതം. കോളനിവൽക്കരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് പിന്നീട് ഭീകരവാദമായി മാറിയതെന്ന് CM പ്രദീപ് കുമാർ പറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭീകരവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു മൂന്നാം ലോകമഹായുദ്ധം എന്ന രീതിയിൽ ഭീകരവാദം ഇപ്പോൾ നടക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. വാഗ്ഭടാനന്ദ ഗുരുദേവർ വായനശാല പ്രസിഡന്റ് C സുരേന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ KV തോമസ്, സെക്രട്ടറി K വേണു, C ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സൗജന്യ സ്കൂൾ കിറ്റ് വിതരണവും ലഹരി വിമുക്ത ക്യാമ്പസ് പഠന ക്ലാസും സംഘടിപ്പിക്കുന്നു. ഓമശ്ശേരി പുത്തൂർ കൊയിലാട്ടി റിഫായ സെന്ററിന്റെ നേതൃത്വത്തിലാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് 25-ന് ബുധനാഴ്ച താമരശ്ശേരി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ സൗജന്യമായി സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. തുടർന്ന് ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന വിഷയത്തിൽ മദ്യനിരോധന സമിതി അധ്യക്ഷൻ EH കുഞ്ഞികൃഷ്ണ മാസ്റ്റർ ക്ലാസ് എടുക്കും. ക്യാമ്പസുകളിൽ നിന്ന് അകലുന്ന കലകൾ എന്നതിനെ ആസ്പദമാക്കി മാപ്പിളപ്പാട്ട് ഗവേഷകൻ പക്കർ പന്നൂർ സംസാരിക്കും. സെക്സ് റാക്കറ്റുകളും ക്യാമ്പസും എന്ന വിഷയത്തിൽ പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിത്ത് നമണ്ട ക്ലാസ് എടുക്കുമെന്നും റിഫായ സെന്റർ ഭാരവാഹികൾ പറഞ്ഞു. 3000 കോടിയിലധികമുള്ള വൈദ്യുതി കുടിശ്ശിക പിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KICB ഓഫീസുകളിലേക്ക് SDPI മാർച്ച് നടത്തും. സംസ്ഥാനത്തെ വൻകിടക്കാരുടെ പക്കൽ നിന്നും നിരക്കിനത്തിൽ വൈദ്യുതി ബോർഡിന് ലഭിക്കേണ്ട 3000 കോടിയിലധികം രൂപ പിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 27-ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവന് മുൻപിലേക്കും സംസ്ഥാനത്തെ KICB ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉത്തേജക പാക്കേജ് നടപ്പിലാക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. കുടിശ്ശിക, അന്യായ നികുതികൾ, നിർമ്മാണ വസ്തുക്കളുടെ അസാധാരണ വിലക്കയറ്റം, കരിനിയമങ്ങൾ എന്നിവ മൂലം നിർമ്മാണ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ഉത്തേജക പാക്കേജ് നടപ്പിലാക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ സമ്പൂർണ്ണ പരാജയമായ തൊഴിൽ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ മെറിറ്റ് അട്ടിമറിക്കാൻ സർക്കാരും മാനേജ്മെന്റും ശ്രമിക്കുന്നു എന്നാരോപിച്ച് SFI പ്രവർത്തകരുടെ DD ഓഫീസ് മാർച്ച്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന കൌൺസിൽ ജനറൽ സെക്രട്ടറി സത്യൻ മൊകേരി. ഈ വാർത്തകളുടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.